ഹലോ ഗൈസ്, ഇപ്പം ഞാനുള്ളത് ആനയിറങ്ങൽ ഡാമിലാണ്. നിങ്ങൾ കണ്ടല്ലോ, ആ ആനയിറങ്ങൽ ഡാമിലാണ് ഞാനുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കുറച്ച് ചെറുതായിരുന്ന ടൈമിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റേതായിട്ടൊരു ഓർമ്മയില്ല ഗൈസ്. അന്ന് പക്ഷേ എങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഇപ്പം അല്ല, അന്നും മേ ബി എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നിരിക്കണം ഗൈസ്. ഡാം എങ്ങോട്ടും പോയില്ലല്ലോ. പക്ഷേ അന്ന് ഞാൻ പോയ എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഒത്തിരി ദൂരെ എങ്ങോട്ടൊക്കെയോ പോയിട്ടാണ് ഈ ആനയിറങ്ങൽ ഡാമിൽ ചെന്നിട്ടുള്ളത്. ഈ ആനയിറങ്ങൽ ഡാമിൻ്റെ പേര് വെച്ചിട്ടാണ് ഇവിടെ ഞാൻ മുന്നേ പോയിട്ടുണ്ടെന്നുള്ളൊരു സാധനം എനിക്ക് വരുന്നത് ഗൈസ്. ആനയിറങ്ങൽ ഡാമിന് ഈ ഒരു പേര് വരാൻ കാരണം എന്താണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കേണ്ടായി. അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്ത് അതിൻ്റെ ഒരു ആൻസർ എനിക്ക് കിട്ടി ഗൈസ്. ആനയൊക്കെ ഇവിടെ ഒത്തിരി ഉണ്ടെന്നാണ് പറയുന്നത്. ആനയിടയ്ക്ക് വെള്ളം കുടിക്കാൻ വരും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഞാനിങ്ങനെ അരിച്ചു പെറുക്കി എവിടെയെങ്കിലുമൊക്കെ ആനയുണ്ടോ എന്നാണ് നോക്കിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആനയൊക്കെ വെള്ളം കുടിച്ചിട്ട് പോയി കാണാം ഗൈസ്. അല്ലെങ്കിൽ ഇവരൊക്കെ രാത്രിയായിരിക്കും വെള്ളം കുടിക്കാൻ വരുന്നത്. എന്തായാലും ഈവനിങ് ഈ ഒരു ടൈം വന്ന് ഇപ്പോൾ കണ്ടില്ലേ ഈ പട്ടിക്കുട്ടനെയും പിന്നെ കുറച്ച് മനുഷ്യരെ ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആനേനെയൊന്നും ഞങ്ങൾ കണ്ടില്ല ഗൈസ്. ആനേനെയൊക്കെ കാണാനാണ് ഞാൻ പോയത്. ആന വെള്ളം കുളിക്കുന്നതൊക്കെ കാണണമായിരുന്നു ഗൈസ് എനിക്ക്. അതിനാണ് ഞാൻ പോയത്. പക്ഷേ ആനയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ആകെ ഒരു പട്ടീനെയാണ് ഞാൻ കണ്ടത്. പിന്നെ ആ കിടക്കുന്ന ഒരു ബോട്ട് കണ്ടോ. ഇതൊക്കെ ഇവർ ഈ ബോട്ട് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആനയിറങ്ങൽ ഡാമിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നും കേട്ടോ. അപ്പം അങ്ങനെ ബോട്ടിങ്ങിന് വെച്ചേക്കുന്ന ബോട്ടാണോ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനൊന്നും കണ്ടില്ല ഗൈസ്. പിന്നെ നമ്മൾ പോയത് ഏകദേശം ഒരു വേനൽക്കാലത്തിൻ്റെ അങ്ങ് തീവ്രതയിലായിരുന്നു. ഒരു മാർച്ച് മാസത്തിലാണ് നമ്മൾ ഈ ആനയിറങ്ങൽ വിസിറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഡാമിൽ ആ കെട്ടിൻ്റെ താഴെ വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഒത്തിരി വെള്ളമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മഴക്കാലത്തൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഡാമും കാര്യങ്ങളും ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത്. വേനൽക്കാലത്ത് പോയാൽ ഇതായിരിക്കും അവസ്ഥ. കണ്ടില്ലേ, ഇത് ഡാമിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ. അപ്പോൾ താഴ്ഭാഗം മുഴുവൻ വരണ്ട് കിടക്കുകയാണ് ഗൈസ്. ഇതൊരു ഇടുക്കി മോഡൽ പോലെ ഈ താഴ്ഭാഗം നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇത് ഇടുക്കിയിൽ ആനയിറങ്ങൽ ഡാമാണ് ഗൈസ്. പിന്നെ ഇങ്ങനെ ഈ നോക്കി നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ആ മുകളിലോട്ട് നോക്കി ഈ മലയുടെ മുകളിൽ ആണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. നമ്മുടെ ടീ സ്പോട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇൻ ദ സെൻസ് അവിടെയാണ് എന്നൊരു ഏകദേശം ഐഡിയ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ആ കാണുന്ന മലയുടെ മുകളിലാണ് അത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ആദ്യം ചെന്ന ടൈമിൽ ഇത്ര ആൾക്കാരോ തിരക്കോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കര റഷാണ് ഗൈസ്. ഈ മല കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇത് ഏകദേശം ഈ ആനയിറങ്ങൽ ഡാമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അല്ല റൈറ്റ് സൈഡിലായിട്ട് വരും കേട്ടോ. ആ റൈറ്റ് സൈഡിലായിട്ട് ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു മല വരുമ്പം നടുക്ക് ആ ഒരു വെള്ളവും വരുമ്പം ഭയങ്കര രസമാണ് കേട്ടോ കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെയിലൊന്നും ഇല്ലാത്തത് കാരണം നമുക്ക് എത്ര ടൈം വേണമെങ്കിലും അവിടെ നിന്ന് അങ്ങനെ ആ ഒരു വ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് തോന്നും കേട്ടോ. ഭയങ്കര രസമാണ് അങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ വേണ്ടി. January 1967 അപ്പോഴാണ് ഇത്. അപ്പോൾ ഇതാണ് ആനയിറങ്ങൽ ഡാം. ഞാനിവിടെ നിന്ന് ഈ വ്യൂവിൽ എന്തെങ്കിലും മീനുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. സാധാരണ നമ്മൾ ഡാമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറേ മീനെയൊക്കെ കാണാൻ പറ്റില്ലേ. അങ്ങനെ കുറച്ച് മീനെ നമ്മൾ കണ്ടിട്ടുണ്ട് കേസ്. അങ്ങനെ മീനെ കാര്യമായിട്ട് ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഡാമിൻ്റെ താഴ്ഭാഗം കേട്ടോ. ആകെ കുറച്ച് വെള്ളം മാത്രമേ അവർ തുറന്നു വിട്ടിട്ടുള്ളൂ. പിന്നെ കുറേ ജീവികളുണ്ട് കേസ്. കണ്ടോ, ആ പറക്കുന്നതൊക്കെ കുറേ ജീവികളാണ്. ആകെ കുറച്ച് വെള്ളം മാത്രമേ അവർ തുറന്നു വിട്ടിട്ടുള്ളൂ. അല്ലാതെ ഷട്ടറൊന്നും അങ്ങനെ തുറന്നിട്ടില്ല ഗൈസ്. വേനൽക്കാലമാണല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല. അപ്പം അതാണ് നമ്മുടെ ആനയിറങ്ങൽ ഡാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് പേര് ഈ വെള്ളത്തിലിറങ്ങിയത് നമ്മൾ കണ്ടിട്ടോ. ഇതിലിറങ്ങാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അവിടെ കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഒരു ചേട്ടനും കുറച്ച് ആൾക്കാരും. ആദ്യം ഒരു ചേട്ടൻ ഇറങ്ങി, പിന്നെ കുറച്ച് പേര് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാലിഴൻ മറ്റേ ഇറങ്ങിയതായിരിക്കും. പക്ഷേ ഇതൊക്കെ റിസ്ക് അല്ലേ. ഇത്രയും കെട്ടിക്കിടക്കുന്ന ഈ വെള്ളത്തിൽ എന്തോരം ഡിസ്റ്റൻസ് ഉണ്ട്, താഴ്ചയുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. വരിക, എക്സ്പ്ലോർ ചെയ്യുക, കാണുക, കുറച്ച് മൈൻഡൊക്കെ ഒന്ന് പീസ്ഫുള്ളാക്കുക, ദെൻ തിരിച്ചു പോവുക. ലൈക്ക് മീ, ഞാനിപ്പോൾ പോവാണ് കേട്ടോ.
അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.